ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് പെരുന്നാളൊക്കെ ആയാൽ പായസം മാത്രം പോരാല്ലേ, നല്ലൊരു മൊഞ്ചുള്ള പുഡിങ്ങും വേണ്ടേ. അപ്പോൾ അമ്മക്ക് ഇന്ന് നവാബിസമായി എന്ന് പറഞ്ഞാൽ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് കിസ്മിസും ബദാമാണ് എടുത്തത്. നിങ്ങളെ കൈമേൽ കാഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് സമയം മതി. അപ്പോൾ ഇതാ നമ്മളെ നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതേപോലത്തെ നേരിയ സേമിയ കേട്ടോ വേണം. ഞാനിപ്പോൾ അതൊരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ടാകും. അധികം തടിയുള്ള എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് സേമിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ആയതിന് ശേഷം അപ്പോൾ ഇതാ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ സേമിയൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാലിൻ്റെ പാലിൻ്റെ ഒരു മിക്സും കൂടി ഉണ്ടാക്കാനുണ്ട്, അതും കൂടി ഉണ്ടാക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നൊരു ഫില്ലിങ് പോലെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് പാലാട്ടോ എടുത്തത്. അതിലേക്ക് പിന്നെ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇട്ടതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആ സെയിം പാലെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതാണ്. അത് നമ്മളിങ്ങനെ കുറച്ച് ചോദിച്ച് കൊടുത്തിട്ട് കൈ വിടാണ്ടൊന്ന് ഇളക്കിയിട്ട് ആ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ഇത് കട്ടിയായി പോകുക. അതുകൊണ്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ എടുത്തത്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കാവും. ഇനിയിപ്പോൾ നമ്മളെ സേമിൻ്റെ മിക്സ് ഒരു ട്രേയിലേക്ക്, പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് പകുതി വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ എല്ലാ സൈഡിലും നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പാലിൻ്റെ മിക്സില്ലേ അതും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് വേണ്ടി വരും കേട്ടോ. നമ്മളിപ്പോൾ 3 കപ്പിന് എടുത്തുകൊണ്ട് അത് അത്രയും ഉണ്ടാകും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പാലിൻ്റെ മിക്സും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും എത്തുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലിൻ്റെ മിക്സ് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി സേമിയയില്ലേ, സേമിയൻ്റെ മിക്സ് അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അതേപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. നമ്മൾ അടിയിൽ ലെയർ ചെയ്തില്ലേ അതേപോലെ. എന്നിട്ടൊന്ന് മെല്ലെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഉള്ളിൽ ഫില്ലിങ് ഉള്ളതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്യരുത്. എന്നപ്പോൾ അപ്പാട് ഫില്ലിങ് മൊത്തം പുറമേ ആയി പോകും കേട്ടോ. അതുകൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലുള്ള സെയിം നമ്മളെ ബദാമും കിസ്മിസും തന്നെ കേട്ടോ ഞാൻ ഇതിൻ്റെ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുത്തത്. വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുതന്നെ മതി. ബട്ടറിൽ റോസ്റ്റ് ചെയ്തതല്ലേ, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ മൊഞ്ചുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ.